നന്ദി പറയാം. കുർബാനയിൽ ഖത്തറിൽ സംബന്ധിക്കാൻ കഴിയുന്നു എന്നതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അച്ഛൻ പറഞ്ഞു പ്രത്യേകമായിട്ട് ഇന്നലത്തെ ഈ വചന സന്ദേശം കഴിഞ്ഞപ്പോൾ കിട്ടിയതായ വലിയൊരു അനുഗ്രഹമായി ആ സാക്ഷ്യമായിട്ട് പറയണമെന്ന് അച്ഛന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത്. താങ്ക് യു ഓൾ. ദാനിയേൽ അച്ഛനെ ഒരിക്കൽ കൂടി വളരെ സ്നേഹപൂർവ്വം 2-ാം ദിവസത്തെ ധ്യാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോണച്ച, പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ അനുഗ്രഹീതമായ 2-ാമത്തെ ദിവസം വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ മുമ്പിൽ അല്പസമയം ഒരുമിച്ച് ചെലവഴിക്കാൻ ദൈവം നമുക്ക് തരുന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് മാർച്ച് 25 വചനിപ്പ് പെരുന്നാളാണ്. നമുക്ക് അറിയാം, നമ്മുടെ ഈ ഒരു വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ഒരു കരുണയാണ് നമുക്ക് പരിശുദ്ധ അമ്മയെ കിട്ടിയെന്നുള്ളത്. 144-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. സാംസ് 144 വേഴ്സ് 1. 144-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. ഇത് വളരെ മനോഹരമായൊരു വാക്യമാണ്. 144-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യമാണ്. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. നമ്മൾ കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ വചനം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കണം എന്നുള്ളത്. അത് ആത്മീയ ഭാഷയിൽ ഒരു യുദ്ധമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് സത്യത്തിൽ വിവിധ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ഒരു ആത്മീയ യുദ്ധമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ജോബിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഞാൻ വായിക്കാം. കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് കർത്താവിൻ്റെ വചനം പറയുന്ന ഒരു വാക്യം ഞാൻ വായിക്കാം. ജോബ് അധ്യായം 11 വാക്യം 13. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. ജോബ് 11:13. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം വായിച്ച വാക്യം സങ്കീർത്തനം 144 അവിടെ പറഞ്ഞത് യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിച്ചു. അപ്പോൾ നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ വചനം അനുസരിച്ച് അത് ഒരു യുദ്ധമാണ്. അപ്പോൾ മാത്രമല്ല, പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ഞാൻ വേറൊരു വാക്യം വായിക്കാം. 1 തിമോത്തി അധ്യായം 2 വാക്യം 8. 1 തിമോത്തി 2:8. അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലും അപ്പോസ്തലൻ പറയുന്നത് പുരുഷന്മാർ തങ്ങളുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഞാൻ പറയാൻ വന്നത് 144-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെ അവിടുന്ന് പരിശീലിപ്പിച്ചു, പടപൊരുതാൻ എൻ്റെ വിരലുകളെ. നമ്മൾ വിരലുകൾ കൊണ്ട് പടപൊരുതുന്നത് എങ്ങനെയാണ്? വിരലുകൊണ്ട് പടപൊരുതുന്നത് എങ്ങനെയാണ്? നമ്മൾ ജപമാല എടുത്ത് ജപമാലയിലെ ഓരോ മണികളായി ഇങ്ങനെ
ഉരുവിടുമ്പോൾ അത് നമ്മുടെ വിരലുകൾ കൊണ്ട് പടപൊരുതുകയാണ്. നമുക്ക് വളരെ ആ, ആ, വളരെ എന്താ പറയുക, നിസ്സാരമാണെന്ന് തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. പക്ഷേ ജപമാല ചൊല്ലി യുദ്ധങ്ങൾ ജയിച്ച ചരിത്രം പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ മാർച്ച് 25-ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാനും വിരലുകൾ കൊണ്ട് പടപൊരുതാനും ദൈവം നമ്മളെ കൂടുതൽ ഈ കാലഘട്ടത്തിൽ ക്ഷണിക്കുന്നുണ്ട്. കൂടുതൽ കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹം ഉണ്ടാവും. നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ പാരമ്പര്യം അനുസരിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് അതുല്യമായ ഒരു സ്ഥാനം നമ്മുടെ ആരാധനയിൽ ഉണ്ട്. മാതാവിനോടുള്ള മധ്യസ്ഥത നമ്മുടെ ആത്മീയതയുടെ ഭാഗമാണ്. നമുക്ക് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ കിട്ടിയ ഏറ്റവും ശക്തമായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥന. അപ്പോൾ അത് കൂടുതൽ ജപമാലകൾ ചൊല്ലാൻ ഈ നാളുകളിൽ ദൈവം നമുക്ക് കൂടുതൽ പ്രേരണ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് വളരെ അനുഗ്രഹമായി മാറിയിട്ടുള്ള, നമ്മൾ ഈ പറഞ്ഞു വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഇത് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈ നാളുകളിൽ നമ്മൾ പൊരുതുകയും യുദ്ധം ചെയ്യുകയും ചെയ്യേണ്ടത് ആത്മീയമായ ആയുധങ്ങളിൽ കൂടുതൽ ശരണപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സാക്രമെന്റൽ ഗ്രേസിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. കൗദാശിക പ്രസാദപരത്തിൽ നമ്മളായിരിക്കണം, വിശുദ്ധിയിലായിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അത് നമ്മൾ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചതിനോട് ചേർത്ത് എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ജപമാല നമുക്ക് വലിയ ഒരു കൃപയുടെ സംരക്ഷണം തരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് മാതാവ് നമ്മുടെ പിന്നെ നമുക്ക് എന്താ പറയുക, പിന്നെ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം നമുക്ക് മാതാവിൻ്റെ കിട്ടും എന്ന് പറയുന്നതിൻ്റെ കാരണം, ഈ നമ്മുടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ എട്ടുനോമ്പിൻ്റെ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ മാതാവിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് വാഗ്ദാന പേടകം എന്നാണ്. വാഗ്ദാന പേടകം. അപ്പോൾ വാഗ്ദാന പേടകം പഴയ നിയമം അനുസരിച്ച് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ അവർ വാഗ്ദാന പേടകമാണ് മുമ്പിൽ പോയിരുന്നത്. അപ്പോൾ യുദ്ധം ലീഡ് ചെയ്തിരുന്നത് വാഗ്ദാന പേടകമാണ്. എന്ന് പറഞ്ഞ പോലെ ഈ യുഗാന്ത്യ കാലഘട്ടത്തിൽ നമ്മുടെ ആത്മീയ യുദ്ധത്തെ നയിക്കുന്നത് പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകമാണ്. അതുകൊണ്ട് മരിയ ഭക്തി നമ്മുടെ കുടുംബങ്ങളെ ഒരുപാട് കൃപയിൽ കാത്തു സൂക്ഷിക്കും. ഒത്തിരി നമ്മളെ മാതാവിനോടുള്ള ഭക്തിയും അടുപ്പവും നമ്മുടെ ജീവിതത്തെ വളരെയധികം സഹായിക്കും. നമുക്കൊത്തിരി ഞങ്ങളിവിടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് രാവും പകലും മുടങ്ങാതെ ജപമാല ചൊല്ലി കാഴ്ചവെക്കുകയായിരുന്നു. 1 ഇയർ അഖണ്ഡ ജപമാലയായിരുന്നു. അപ്പോൾ അതിൻ്റെ സമാപനം കൂടിയായിരുന്നു ഇന്ന്. ഒരു വർഷം ജപമാല പ്രാർത്ഥന ഇങ്ങനെ തുടർച്ചയായിട്ട് മുടങ്ങാതെ, ഒരിക്കലും 1 മണിക്കൂറിലും മുറിയാതെ ഇങ്ങനെ ജപമാല നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ഒരു വർഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആലയത്തിനും ഈ ശുശ്രൂഷകൾക്കും ഒക്കെ ഉണ്ടായ അനുഗ്രഹം നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതിനൊക്കെ ഒരുപാട് അപ്പുറത്താണ്. അപ്പോൾ അത്രയ്ക്ക് വലിയ ദൈവകൃപയും അനുഗ്രഹങ്ങളും ഉയർച്ചയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ മാതാവിനോടുള്ള ഭക്തി വഴി ഉണ്ടാവും. ഞാനത് അല്പസമയമെടുത്ത് പറയുന്നതിന് കാരണം, നമ്മൾ ഈ നാളുകളിൽ ഒരു ആത്മീയ യുദ്ധത്തിന് നമ്മളെ സഹായിക്കുന്ന വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ജപമാല എന്നുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒരു അനുഭവം പറയാം. നമ്മുടെ ഈ മൗണ്ട് കാർമലിൻ്റെ പിന്നെ 2016-17 ആയപ്പോഴത്തേന് ഈ കെട്ടിടം പണിയാനുള്ള ആദ്യത്തെ അതിൻ്റെ പെർമിഷൻ മറ്റു കാര്യങ്ങളുമൊക്കെ കിട്ടുന്നതിനുള്ള വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ നേരിട്ട് ആദ്യത്തെ ഒരു തടസ്സം. അപ്പം ഞങ്ങളിങ്ങനെ ഒരു രാത്രി മുഴുവൻ കുറേ പേരിരുന്ന് 10-20 പേരിരുന്ന് ഒരു നൈറ്റ് മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാനന്ന് മരവൻസ് കോളേജിൽ പഠിപ്പിക്കുകയാണ്. കോളേജിലെ ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞു, ഡാനിയലച്ച, ട്രഷറിയിൽ നമ്മുടെ സാറുമാരുടെ ശമ്പളത്തിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ട്രഷറിയിൽ പോകുമ്പോൾ അവിടെയുള്ള ഒരു ആള് ഡാനിയലച്ചൻ ഈ കോളേജിലാണോ പഠിപ്പിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അച്ഛനോട് അവർക്ക് വലിയൊരു എന്തോ ഒരു സ്നേഹമുണ്ട്.
അപ്പോൾ അച്ഛൻ അവരോടൊന്ന് സംസാരിച്ചാൽ നമ്മുടെ കോളേജിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് നമ്മളോടൊരു സ്നേഹവും പെട്ടെന്നെല്ലാം ചെയ്തൊക്കെ തരും. അതുകൊണ്ട് അച്ഛനൊന്ന് സംസാരിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കോളേജിനൊരു നന്മയുണ്ടാവുന്നത് തടയണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചു. സംസാരിച്ചപ്പോൾ അവരെന്നോട് ഒത്തിരി സ്നേഹമായിട്ടൊക്കെ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ആ, എന്ത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, എനിക്ക് നല്ല സ്വാധീനമുണ്ടെന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ പെർമിഷനായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു പ്രയാസത്തിലാണ്. അപ്പോൾ അവരത് ടേക്കപ്പ് ചെയ്ത് 1-2 ആഴ്ചക്കുള്ളിൽ അതെല്ലാം വേഗം ശരിയാക്കി തന്ന് വലിയൊരു ദൈവാനുഗ്രഹം അവിടെ ഉണ്ടായി. ഞാൻ പറയുന്നത്, ആ രാത്രി മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം രാവിലെ അതിനുള്ള വഴി അങ്ങ് തുറക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഈ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ മരിയ ഭക്തി, ഞാൻ നിങ്ങൾ കൃത്യമായ പൗരസ്ത്യ ആത്മീയത പാലിക്കുന്ന ആളുകൾ, ജപമാലയോട് വൈമുഖ്യമുള്ള ആളുകൾ വല്ലതും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ജപമാല ചൊല്ലാൻ നിർബന്ധിക്കുന്നില്ല. നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിയാൽ മതി. ഇനി സ്ട്രിക്ട്ലി ജപമാല തന്നെ ചൊല്ലണോ, ഇനി പൂർണ്ണ മലങ്കരക്കാരനാവുന്നതിൽ നിന്ന് അത് നിങ്ങളെ തടയും എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയാൽ നിങ്ങൾ ചൊല്ലണമെന്നില്ല. മരിയ ഭക്തി, മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ പ്രാർത്ഥന ചൊല്ലുന്നു, അല്ല, അതിൻ്റെ പ്രാധാന്യം എന്നുള്ളതിനപ്പുറത്ത് മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന, മാതാവിനോടുള്ള അടുപ്പം, സ്നേഹം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് കുടുംബങ്ങളെ സംരക്ഷിക്കും. അത് ഒരമ്മ പൊതിയുന്ന പോലെ നമ്മളെ പൊതിഞ്ഞ് മാതാവ് കാത്തു സൂക്ഷിക്കും. എനിക്ക് വേറൊരു അനുഭവം ഉള്ളത്, ഇവിടെ 2016-17 ഇവിടുത്തെ മൗണ്ട് കാർമലിലെ കാര്യങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞ് 2023 വരെ ഞങ്ങൾ അനുഭവിച്ചിരുന്ന വലിയൊരു പ്രയാസമാണ് വെള്ളത്തിൻ്റെ പ്രശ്നം. ഇവിടെ ശരിക്കും വെള്ളമുണ്ട്, കുളമൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളം എപ്പോഴും പറ്റും. എല്ലാ ദിവസവും 2023 അവസാനം വരെ 18,000 രൂപയ്ക്ക് വെള്ളം വാങ്ങുകയായിരുന്നു നമ്മൾ. ഒരു ധ്യാനം നടക്കുകയാണെങ്കിൽ ഡെയിലി 18,000 രൂപ വെള്ളം വാങ്ങാൻ വേണ്ടി മാത്രം ചിലവാക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് പൈസ വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ എപ്പോഴും എനിക്കൊരു മനപ്രയാസമായിരുന്നു അത്. പക്ഷെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും അതിനകത്ത് ഒരു 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 വേണ്ടത്ര ഒരു തുറവി, ഒരു അനുഗ്രഹം വന്നില്ല. അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ ഒരു 4 പേര്, ദൈവമേ ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് ഒരു 21 ദിവസം ഒരു ഡാനിയൽ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു 18ാമത്തെ ദിവസം എത്തിയപ്പോഴേക്കും കർത്താവ് ഒരു ഒരു സന്ദേശം, ഒരു ദർശനം തന്നു. അതിങ്ങനെയായിരുന്നു. അതായത് ആരോ ഒരാൾ ഇങ്ങനെ വെള്ളം ചോദിക്കുകയാണ്. വെള്ളം ചോദിക്കുമ്പോൾ ഒരു പാത്രം വെള്ളം കൊടുക്കുന്നു. ആ വെള്ളം ഇങ്ങനെ കൊടുക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഈ വെള്ളം തട്ടിക്കളയുന്നു. അതാണ് ദർശനം. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലായി, മണ്ണിൽ എവിടെയോ ആർക്കോ വെള്ളം നിഷേധിച്ചിട്ടുണ്ട്. ആരുടെയോ കണ്ണുനീര് വെള്ളം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ഈ മണ്ണിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വെള്ളം നമുക്ക് അതിൻ്റെ ഉറവുകളെല്ലാം ഉണ്ടെങ്കിലും വെള്ളത്തിൻ്റെ കാര്യം ശരിയാവാത്തതെന്ന് ദൈവം അതിലൂടെ മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി കർത്താവിൻ്റെ അടുത്ത് പരിഹാരം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു, ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പം അന്ന് കർത്താവ് തന്ന ഒരു വലിയ സന്ദേശമായിരുന്നു, മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഈ കുളത്തിൻ്റെ അടുത്ത് നിർമ്മിക്കാൻ ദൈവാത്മാവ് പ്രേരണ തന്നു. അങ്ങനെ മാതാവിൻ്റെ ഗ്രോട്ടോ അവിടെ നിർമ്മിച്ച് പൂർത്തിയായ നിമിഷം മുതൽ മൗണ്ട് കാർമലിൻ്റെ വെള്ളത്തിൻ്റെ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടു. ഞങ്ങൾക്കിപ്പോൾ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നത്, ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ മാർച്ച് 25-ന് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ പരിശുദ്ധ അമ്മയോടുള്ള ബന്ധം ആഴത്തിൽ മുറുകെ പിടിക്കാനുള്ള ഒരു അവസരം കൂടിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നമ്മളെ കൂടുതൽ, പ്രത്യേകിച്ച് ഈ ലോകം അസമാധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മളെ വളരെയധികം അത് സഹായിക്കും. വെളിപാട് പുസ്തകത്തിൽ 7ാമത്തെ കാഹളം മുഴങ്ങുമ്പോഴാണ് ഏറ്റവും ഭയാനകമായ ഭൂമിയുടെ മേലുള്ള വിധി ഉണ്ടാവുന്നത്. 7th ട്രംപറ്റ് മുഴങ്ങുമ്പോഴാണ്. അപ്പോൾ 7ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ സ്വർഗത്തിൽ വാഗ്ദാന പേടകം പ്രത്യക്ഷപ്പെടും. അത് കഴിഞ്ഞാണ് വെളിപാട് 12 സൂര്യനെ ഉടയാടയാക്കിയ, നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടം ധരിച്ച പരിശുദ്ധ അമ്മയുടെ ഒരു ഇമേജ് വെളിപാട് 12 തെളിഞ്ഞ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം
ഈ അന്ത്യകാലത്ത്, യുഗാന്ത്യകാലത്ത്, ഏഴാമത്തെ കാഹളം മുഴങ്ങുന്ന ഈ കാലത്ത് നമ്മൾ കൂടുതൽ മാതാവിനോടുള്ള മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് മുന്നോട്ട് നീങ്ങാൻ ദൈവവചനം തരുന്ന വലിയൊരു ഉറപ്പാണ് വെളിപാട് പുസ്തകത്തിലെ ആ 11-ന്റെ അവസാനവും 12-ന്റെ ആരംഭവും. ഇത്രയും പറഞ്ഞ് ഞാൻ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞങ്ങൾ ആഴത്തിൽ വളരണം എന്ന് ആഹ്വാനം ചെയ്ത് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങൾ തുടരുമ്പോൾ നമുക്ക് ദൈവിക സംരക്ഷണം ലഭിക്കുന്നതിന് നമ്മൾ അവലംബിക്കേണ്ട മാർഗങ്ങൾ, നമ്മൾ ചില കാര്യങ്ങൾ ഇന്നലെ കാണാൻ ശ്രമിക്കുകയായിരുന്നു. ഇനി അതിനോട് ചേർത്ത് ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കാനായിട്ട് ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യമായ താളത്തിൽ എത്തുന്നത്, ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു ആ ഋതത്തിലെത്തുന്നത്, ഒരു താളത്തിലെത്തുന്നത് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോഴാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു ഒരു അതിൻ്റെ താളം ശരിയാവുന്നത് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ താളം ശരിയാവുന്നത്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ആ താളം ശരിയാവുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും, ആ വെബ് ഓഫ് റിലേഷൻഷിപ്സ്, അതെല്ലാം അതിൻ്റെ താളം ശരിയാവുന്ന, എല്ലാം ശരിയാവണമെങ്കിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള ധാരണകൾ കൃത്യമാവണം. അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് നമ്മൾ ദൈവത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കി എന്നതിൻ്റെ വെളിച്ചത്തിലാണ് അത് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് നമ്മുടെ ദൈവബോധത്തിൻ്റെ വെളിച്ചത്തിലാണ്, ദൈവത്തെക്കുറിച്ചുള്ള ധാരണകളുടെ വെളിച്ചത്തിലാണ്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയും, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റി, അതുകൊണ്ട് അവര് പല വിധത്തിലുള്ള തിന്മകളിലേക്ക് പോയി എന്നാണ് പൗലോസ്ലീഹ അതിനെക്കുറിച്ച് പറയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ അംഗം എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് നിങ്ങളുടെ ദൈവം? ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണ്? സ്വാഭാവികമായിട്ടും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറയാം, ഈശോ എന്ന് പറയാം. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം? വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ് യു ബിലീവ് ഇൻ? അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു മലങ്കരക്കാരൻ എന്ന് മറുപടി പറയും, നമ്മളുടെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? നമ്മൾ സ്വാഭാവികമായിട്ടും പോപ്പുലർ തിയോളജിയിൽ ആവർത്തിച്ച് കേട്ടിട്ടുള്ളത് ദൈവം സ്നേഹമാണ്. ഇതല്ലേ നമ്മൾ ഒറ്റ ഉത്തരം പറഞ്ഞാൽ ഏത് കോമൺ മാനും പറയാവുന്ന ഉത്തരം ഇതാണ്, ദൈവം ആരാണ്? ദൈവം സ്നേഹമാണ്. പക്ഷേ ഒരു മലങ്കരക്കാരൻ ദൈവത്തെക്കുറിച്ച് പറയുമ്പം പറയുന്നത് ദൈവം സ്നേഹമാണെന്നല്ല. കാരണം നമ്മുടെ ലിറ്റർജിയിൽ, നമ്മുടെ ആരാധനയിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ, അല്ലെ പറയുന്ന മുഴുവൻ എന്താണ്? ദൈവമേ നീ സ്നേഹമാകുന്നു എന്നല്ല, പരിശുദ്ധനാകുന്നു എന്നാണ്. ഹോളി ആർ യു ഓ ലോർഡ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അപ്പോ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ കാര്യം, നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ധാരണ, നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്. വി വർഷിപ്പ് എ ഹോളി ഗോഡ്. അപ്പോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്നാണ് നമ്മളെല്ലാം തുടങ്ങേണ്ടത്. ആരാണ് എൻ്റെ ദൈവം? ഞാൻ ആരാധിക്കുന്നത് പരിശുദ്ധനായ ദൈവത്തെയാണ്. അതുകൊണ്ടാണ് ഈ ഈശോ യോഹന്നാൻ 17-11-ലും 17:11-25-ലും 17:11-25-ലും ഈശോ പിതാവിനെ വിളിക്കുന്നത് പരിശുദ്ധനായ പിതാവേ, നീതിമാനായ പിതാവേ എന്നാണ്. ഇത് രണ്ടിനും ഒരേ അർത്ഥമാണ്, പരിശുദ്ധനായ പിതാവേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനി ബാക്കി എല്ലാ നിർവചനങ്ങളും മറക്കണം. ഞാൻ പറയുകയാണ്, ഈ പഠിക്കുന്നതിനേക്കാളും പാടാണ് മറക്കുന്നതിന്. പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്, മറക്കാനാണ് പാട്. പേര് മറക്കാൻ പാടാണ്, ജനിച്ച നാട് മറക്കാൻ പാടാണ്, അമ്മയുടെ മുഖം മറക്കാൻ പാടാണ്, പിന്നെ എല്ലാം പാടാണ്. പഠിച്ചത് മറക്കാനാണ്, അൺലേണിംഗ് ആണ് പാട്. പഠിക്കാൻ എളുപ്പമാണ്. ഞാൻ പറയുകയാണ്, ഇത്തിരി ഡിഫിക്കൽട്ട് ആണെങ്കിലും ഇതുവരെ പഠിച്ചതെല്ലാം മറക്കുക. ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും മറന്നിട്ട് നമ്മൾ നമ്മുടെ സഭാ പാരമ്പര്യം അനുസരിച്ച്
ബൈബിളിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മളുടെ ദൈവം ആരാണ്? ഇതങ്ങ് ആവർത്തിച്ച് 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 എന്ന് നമ്മളോട് തന്നെ പറയണം, ഞാൻ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവം പരിശുദ്ധനായതുകൊണ്ട് നമുക്ക് ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ ആരാധിക്കുന്നതിനെ അനുകരിക്കും. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇപ്പോൾ സിനിമാ നടൻ വിജയിയെ ആരാധിക്കുന്നവർക്ക് വിജയ് നടക്കുന്ന പോലെ ആയിരിക്കും നടക്കുന്നത്. അല്ല, വിജയുടെ ബോഡി ലാംഗ്വേജ് അവർ അറിയാതെ ഇമിറ്റേറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങളിപ്പോൾ സഞ്ജു സാംസനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അവൻ്റെ ബോഡി ലാംഗ്വേജ് അവരറിയാതെ അനുകരിക്കും. അതായത് നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് അവരുടെ ചേഷ്ടകൾ നമ്മൾ അറിയാതെ ഇമിറ്റേറ്റ് ചെയ്യും. ബൈബിളിലൊരു വചനമുണ്ട്, അവർ ആരാധിച്ച ബാലിനെ പോലെ അവർ അശുദ്ധരായി തീർന്നു എന്ന് പറഞ്ഞാൽ യു ബിക്കം വാട്ട് യു വർഷിപ്പ്. ഇത് ഏറ്റവും ബേസിക് പ്രിൻസിപ്പിളുകളിൽ ഒന്നാണ്. യു ആർ ബിക്കമിങ് വാട്ട് യു വർഷിപ്പ്. യു ബിക്കം വാട്ട് യു വർഷിപ്പ്. നീ ആരാധിക്കുന്നത് ആയിത്തീരും. അപ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടനുസരിച്ചാണ് നമ്മൾ ആയിത്തീരാൻ പോകുന്നത്. അപ്പൊ ദൈവത്തെക്കുറിച്ച് നമ്മൾ ദൈവം പരിശുദ്ധനാണ് എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ സബ് കോൺഷ്യസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കത് ഉള്ളിൽ ബോധ്യമായി കഴിഞ്ഞാൽ പതുക്കെ 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 നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധരായി തീരും. വി ബിക്കം ഹോളി ബിക്കോസ് വി വർഷിപ്പ് എ ഹോളി ഗോഡ്. നമ്മൾ ആരാധിക്കുന്നത് ആയിത്തീരും. അപ്പോ വചനം പറയുന്നുണ്ട്, 1 പത്രോസ് 1:15-16, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. ഇത് കർത്താവിൻ്റെ വചനം 1 പത്രോസ് 1:15-16. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനായതുകൊണ്ട് ആ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാ കാര്യത്തിലും നമ്മൾ പരിശുദ്ധരാവണം എന്നാണ്. ഒരു മീഡിയോക്കർ മൈൻഡ് സെറ്റ് നമുക്ക് ആത്മീയ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പട്ടത്തൊക്കെ ഞങ്ങൾ ആരംഭകാലങ്ങളിൽ പട്ടം പള്ളിയിൽ ധ്യാനം നടത്തുമ്പോൾ അവിടെയൊക്കെയുള്ള നമ്മുടെ മലങ്കരയിലുള്ള സഹോദരങ്ങളെ ധ്യാനത്തിന് വരാൻ പറഞ്ഞ് വോളണ്ടിയേഴ്സ് വിളിക്കുമ്പോൾ അവർ ചിലരെങ്കിലും ഇങ്ങനെ പറയുമായിരുന്നു, ഞങ്ങളങ്ങനെ ആരെയും ദ്രോഹിക്കുന്നില്ല, പിടിച്ചു പറിക്കുന്നൊന്നുമില്ല, കളി പിടിച്ച് നടക്കുന്നൊന്നുമില്ല, നിങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവരെ വിളിച്ച് ധ്യാനം കൂടിക്കാൻ പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ്? ഞങ്ങൾ അത്യാവശ്യം ഓക്കെയാണ്, ഞങ്ങൾ ആരുടെയും പൈസ ഒന്നും മോഷ്ടിച്ചെടുക്കുന്നില്ല, ഞങ്ങൾ ആരെയും ദ്രോഹിക്കുന്നൊന്നുമില്ല, ഞങ്ങൾ അത്യാവശ്യം ഓക്കെയാണ്. ഇതൊരു മീഡിയോക്കർ മൈൻഡ് സെറ്റാണ്. അത്യാവശ്യം നിങ്ങൾ ഏതൊരു സാധാരണ മലയാളിയോടും എങ്ങനെയുണ്ട് ജീവിതം എന്നൊരു ചോദ്യം ചോദിച്ചാൽ കിട്ടാവുന്ന ഉത്തരം എന്താണെന്നറിയാം? കുഴപ്പമില്ല എന്നുള്ളതായിരിക്കും. ഒറ്റ ആൾ പോലും നിങ്ങളോട് സൂപ്പറാണെന്ന് പറയാൻ പാടില്ല. ഒറ്റ ആൾ ലോകത്ത് അങ്ങനെ പറയും, അയാളുടെ പേര് ഡാനിയൽ എന്നാണ്, വേറെ ആരും പറയാൻ പാടില്ല. അതായത് എന്താണ്, നിങ്ങൾ ലോകത്തേത് മലയാളിയോട് നിങ്ങൾ ഏത് കോണ്ടിനെന്റിൽ പോയിട്ടും ചോദിച്ചോ എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാതൊക്കെ പോകാന്ന് വെച്ചാൽ പറയുന്നത്. ദാറ്റ്സ് ആൻ ആവറേജ് ആൻസർ. ആവറേജ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജിൽ പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണത്. അപ്പൊ അത് പോരാ. ആത്മീയ ജീവിതത്തിൽ ഒരു മീഡിയോക്കർ മൈൻഡ് സെറ്റ് വെച്ചിട്ട് അത്യാവശ്യം ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ വർഷത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കുന്നുണ്ട്, അത്യാവശ്യം പള്ളിക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ തിരുമേനിമാർക്കൊക്കെ എന്നെ കുറച്ചൊക്കെ അറിയാം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ഛന്മാരൊക്കെ ഉണ്ട്, പിന്നെ ഞങ്ങൾ അത്യാവശ്യം പള്ളി ഇപ്പം ദുബായിലാണേലും അല്ലെങ്കിൽ പിന്നെ അബുദാബിയിലാണേലും അല്ലെ ഖത്തറിലാണേലും ബഹറിലാണേലും അത്യാവശ്യം പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ കമ്മിറ്റിയിലൊക്കെ ഉണ്ട്, പള്ളിയുടെ കാര്യം എന്തെങ്കിലും അച്ഛന്മാർ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത് പോരാ. ഇത് മിനിമം, കുഴപ്പമില്ല, മീഡിയോക്കർ, ആവറേജ്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരാവണം. മീഡിയോക്കർ ആവറേജ് ആത്മീയത കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ഇത് അങ്ങനെ ഒരു മീഡിയോക്കറായിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ലോകത്ത് എവിടെ ചെന്നാലും മലയാളി അസോസിയേഷനുണ്ട്, സമുദായ സംഘടനകളുണ്ട്, NSS ഉണ്ട്, SNDP ഉണ്ട്, പിന്നെ മലയാളി സമാജങ്ങളുണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട്.
അതിൻ്റെയും ആക്ടിവിസ്റ്റുകളെല്ലാം നമ്മൾ അത്യാവശ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പള്ളിയിലൊക്കെ ചെയ്യുന്നതൊക്കെ അവർ അവിടെയും ചെയ്യുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ ആത്മീയരാവുന്നില്ല. ആത്മീയരാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധരാവണം. അപ്പൊ ഇത് നമ്മുടെ തലയിൽ നന്നായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഞാൻ പരിശുദ്ധനാവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴേ കുറച്ചുകൂടെ ആഴമുള്ള ഒരു ജീവിതം ഉണ്ടാവും. അപ്പം നമുക്ക് കുറച്ചുകൂടെ, ഞാൻ ജർമ്മനിയിൽ നിന്നുള്ള ഒരു മലങ്കരക്കാരൻ പയ്യനെ ഞാൻ കണ്ടു. മറ്റേ ഒരു യാത്രക്കിടയിൽ കണ്ടാണ് ഞാൻ. ഇവിടെ വെച്ചാൽ ഞാൻ മറന്നു, ഏതോ ഒരു എയർപോർട്ടിൽ വെച്ചാണ് കണ്ടത്. അവന് മലങ്കരക്കാരാണ്, ഭാര്യയും ഭർത്താവും നമ്മുടെ നമ്മുടെ ആളുകളാണ്. അപ്പോൾ അവന് ആ എയർപോർട്ടിൽ വെച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവനുമുണ്ട്, അവൻ്റെ ഭാര്യയും അവനുമുണ്ട്, രണ്ടുപേരും ഉണ്ട്, ചെറുപ്പക്കാരാണ്, കൊച്ചു പിള്ളേരാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അവനിങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ കള്ളു കുടിക്കത്തില്ല. പക്ഷേ ഞാൻ ജർമ്മനിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ മലയാളികളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ, ചിലപ്പോൾ പള്ളിക്കാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ചിലപ്പോൾ കള്ളു കുടിക്കും. ഇത് ഓൾമോസ്റ്റ് ഒരു ഒരു അനുവദനീയമായ കാര്യം പോലാണ്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കയറുകയാണ്, ഞാനിനി മദ്യപിക്കില്ല. പക്ഷെ എല്ലാവരും എന്നെ പ്രഷർ ചെയ്യാണ്. നീ എന്തൊരു പൊട്ടനാടാ, നീ എന്തൊരു മണ്ണുണ്ണിയാണ്, നീ എന്താണ് നിനക്കിത്തിരി. അപ്പം എല്ലാവരും, അവൻ പറയാണ്, എന്നെ എന്നാ പറയുന്നേ, ആത്മീയ ജീവിതത്തിന് പ്രോത്സാഹിപ്പിക്കേണ്ട ആളുകൾ പോലും എന്നെ നീ ഇച്ചിരി കുടിച്ചോടാന്ന് പറഞ്ഞ് എന്നെ ഓക്കെ പറയുകയാണ് എന്നോട്. അപ്പോൾ അവന് എൻ്റെ അടുത്ത് അവൻ പറയുകയാണ്, അച്ഛാ, ഞാൻ അതുകൊണ്ട് എനിക്ക് കുടിക്കണ്ടെന്നാണ്, പക്ഷേ ഈ പ്രഷർ കാരണം ഞാൻ വിചാരിച്ചു കുടിക്കാം. നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ആ എൻവയോൺമെന്റ് പരിശുദ്ധരാവണമെന്ന് ആഗ്രഹമുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നെങ്കിൽ ഇവന്റെ ഡിസിഷനെ ആളുകൾ എൻകറേജ് ചെയ്യത്തില്ലായിരുന്നോ? ഇവനോട് പറയത്തില്ലായിരുന്നോ, എടാ നന്നായി നീ കുടിക്കാൻ, ഞാനും ഇനി കുടിക്കാതിരിക്കാൻ ട്രൈ എന്ന് പറയത്തില്ലായിരുന്നോ? പരിശുദ്ധരാവാൻ കൺവീനിയൻ്റ് ആയ എൻവയോൺമെന്റ് അല്ല പലപ്പോഴും നമ്മുടെ, തിരിച്ചാണ്. മോശമാവാൻ സഹായിക്കുന്ന എൻവയോൺമെന്റ് ആണ് നമുക്കുള്ളത്. വിശുദ്ധരാവണം, വിശുദ്ധര്. അതായത് എൻ്റെ അടുത്ത് രണ്ട് പിള്ളേർ വന്നു. ഒരു കുട്ടി, ആ ചേട്ടത്തി അനിയത്തിയാണ്. ഒരു കുട്ടി LLB കഴിഞ്ഞ് വക്കീലായി. രണ്ടാമത്തെ കുട്ടി ഹൗസ് സർജൻസി കഴിഞ്ഞ് ഡോക്ടറായി. രണ്ടുപേരും വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, അച്ഛാ, പേരൻസ് ഓക്കെയാണ്, ഞങ്ങൾ കർത്താവിന് ശുശ്രൂഷ ചെയ്തോളാം, ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവിച്ചോളാം, ഞങ്ങൾക്ക് ജോലിയൊന്നും ചെയ്യണ്ട, ഞങ്ങളെ അച്ഛനെ ഒരു നല്ല മിണ്ടാമടത്തി കൊണ്ടുപോയി നാക്ക് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഈ കുട്ടികൾ നോർമലായിട്ട് ആരോട് സംസാരിച്ചാലും അവര് എന്താണ് ഈ കുട്ടികളോട് പറയാൻ പോണേ? നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? നിങ്ങൾ ഇത്രയും പഠിച്ചല്ലേ? നിങ്ങൾ പോയി ജോലി ചെയ്യേ? എന്നിട്ട് ഒരു 10-40 വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ മിണ്ടാമടത്തി പോകും എന്നല്ലേ പറയൂ. ഇവരെ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം നമുക്ക് വിശുദ്ധരാവാൻ കൺഡ്യൂസീവായ ഒരു എൻവയൺമെന്റ് നമുക്ക് പലപ്പോഴും നമ്മുടെ സർക്കിളുകളിൽ ഇല്ല. ഞാൻ അതാണ് പറയുന്നത്, നമ്മൾ ഇനി അത് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതായത് കൂടുതൽ വിശുദ്ധരാവണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ സഭാ സംവിധാനങ്ങളെല്ലാം വിശുദ്ധരെ കൊണ്ട് നിറയണം. ഞാൻ ഈ കൊടുമൺ പള്ളിയിൽ വികാരിയച്ഛനായിരുന്ന സമയത്ത് അവിടെ പിന്നെ ഒരു കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അവര് എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താണ് ഞങ്ങളെ കമ്മിറ്റിക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ ഒരല്പം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണ് ട്രസ്റ്റി, കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഞങ്ങൾ കമ്മിറ്റിക്കാരിൽ നിന്നൊക്കെ അച്ഛൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, എങ്ങനെ വർക്കൗട്ട് ചെയ്യും, നിങ്ങളതെങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയാം. അതായത് ഈ ട്രസ്റ്റിയും സെക്രട്ടറിയും കമ്മിറ്റിക്കാരും ഒക്കെ പള്ളിയുടെ മുമ്പിൽ കുട്ടികൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ നിന്ന് കുർബാന പുസ്തകമൊക്കെ പിടിച്ച് കുർബാനയിൽ പങ്കെടുക്കണം. നമ്മൾ പ്രഭാത നമസ്കാരം തുടങ്ങിയാൽ പള്ളിയുടെ ഓഫീസ് അടയ്ക്കണം. പിന്നെ കണക്കെഴുതലും രസീത് എഴുതലും ഒന്നും ചെയ്യരുത്. അതായത് ഒരു പള്ളിയിലെ ട്രസ്റ്റിയുടെ സെക്രട്ടറിയുടെ പ്രൈമറി ഡ്യൂട്ടി കർത്താവിനെ ആരാധിക്കുകയാണെന്ന് ഈ പള്ളി വരുന്ന കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും മനസ്സിലാവണം. പള്ളി കുർബാന നടക്കുമ്പോൾ കണക്കെഴുതുന്നത് അല്ല ട്രസ്റ്റിയുടെയും സെക്രട്ടറിയുടെയും പണിയെന്ന് നമ്മുടെ തലമുറയ്ക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആദ്യം പള്ളിയിലെത്തണം.
നിങ്ങൾ ആദ്യം പ്രഭാത നമസ്കാരം പള്ളി തുടങ്ങിയാൽ പള്ളിയുടെ ഓഫീസ് പൂട്ടണം. എന്നിട്ട് നിങ്ങൾ പള്ളി കയറി കുട്ടികൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ നിന്ന് പുസ്തകം പിടിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ അദ്ദേഹം ഒരു തുറന്ന മനസ്സുള്ള ആളായിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്തെല്ലാം എനിക്കൊരു വലിയ സന്തോഷം തരുന്ന കാഴ്ച ഞാൻ കാണുമായിരുന്നു. പ്രഭാത നമസ്കാരം പിതാവിനും പുത്രനും നമ്മളവിടെ പറയുമ്പോൾ അവർ പള്ളിയുടെ ഓഫീസ് പൂട്ടും. എന്നിട്ട് ഒരു പള്ളി വരും, കുട്ടികൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് പിന്നിൽ അവർ കുർബാന പുസ്തകം പിടിച്ച് നിന്ന് കുർബാനയിൽ സംബന്ധിക്കും. വി ക്രിയേറ്റ് എ കൾച്ചർ, വി ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് where people are encouraged to be holy. അപ്പോൾ അതേസമയം നമുക്ക് എല്ലാ കാര്യവും ഇതൊക്കെ എല്ലാം മാറ്റിവെക്കാം. കുർബാന അവിടെ നടന്നോട്ടെ, പ്രാർത്ഥന അവിടെ നടന്നോട്ടെ, കുമ്പസാരമൊക്കെ അത് നമുക്കൊന്നും കുഴപ്പമില്ല. നമ്മൾ പള്ളിയുടെ പ്രധാനപ്പെട്ട ആളുകളല്ലേ, നമ്മൾ കുമ്പസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ആറ്റിറ്റ്യൂഡല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടേ. ദ മോർ വി ആർ എൻഗേജ്ഡ് ഇൻ ചർച്ച് ആക്ടിവിറ്റീസ്, ദ മോർ വി നീഡ് ടു ബി ഹോളി. അപ്പോൾ വിശുദ്ധരായ ആളുകളെ കൊണ്ട് നമ്മുടെ കൂട്ടായ്മകൾ നിറയുമ്പോൾ സംഭവിക്കുന്നത് ഇത് മാറും. ഞാൻ എൻ്റെ മനസ്സിലുള്ള വേറൊരു ഓർമ്മ ഞാൻ പറയാം. അതായത് എനിക്ക് ചെറിയ കാലം മുതലേ എനിക്ക് കുർബാനയ്ക്ക് കൂടാൻ വലിയ ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹം ജനറേറ്റ് ചെയ്ത് വന്ന എങ്ങനെയെന്നറിയോ, ഞങ്ങളുടെ ആര്യങ്കാവ് പള്ളിയിൽ കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്നത് മുഴുവൻ മുതിർന്ന ചേട്ടന്മാരാണ്, കുട്ടികളല്ല. അവരാണ് എല്ലാം ചെയ്യുന്നത്, മുതിർന്ന. അപ്പോൾ ഞങ്ങൾ കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇതൊരു കുട്ടികളുടെ ഒരു വേർപാടല്ല. ഓൾട്ടർ സർവീസ് ഭയങ്കര ഗൗരവമുള്ളൊരു കാര്യമാണ് എന്ന് ചെറുപ്പം മുതലേ ഈ സബ് കോൺഷ്യസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. കാരണം ഞങ്ങളുടെ പള്ളിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആളുകളാണ് ഈ കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്നതെന്ന്. പിന്നാണ് അടുത്ത ജനറേഷനെ അവർ വന്നത്. അപ്പോഴും രണ്ട് കൂട്ടരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് that made us to think and conceive the reality as this is something very, very important. ഇത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് അത്ര ചുമ്മാ കൂളായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല, ഇത് ലാക്സ് ആയിട്ട് എടുക്കാൻ പാടില്ല എന്ന് കാണുന്നതിന് അത് സഹായിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അതുകൊണ്ട് അതിനെയൊക്കെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നോമ്പെടുക്കുന്നത്, വെള്ളിയാഴ്ചകളിൽ ഉപവസിക്കുന്നത്, കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത്, ദേവാലയത്തിൽ നേരത്തെ വരുന്നത്, അതുപോലെ കൂടുതൽ കർത്താവിനെ ആരാധിക്കുന്നതിലെ നമ്മുടെ പങ്കാളിത്തത്തിൻ്റെ കൂടുതൽ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഇതാണ് നമ്മളെ കർത്താവിനെ പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ബൈബിളിൽ അതായത് ഈ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈശോയുടെ അടുത്ത് വന്നിട്ട് ആളുകൾ പറയും, കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പിശാചുക്കളെ പുറത്താക്കിയിട്ടുണ്ട്, രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു തലവേദന പോലും മാറ്റാനുള്ള കഴിവില്ല. അപ്പോഴാണ് ഇവർ വന്നിരിക്കുന്ന ആരാണ്? വലിയ തളർവാദ രോഗികളെ എഴുന്നേൽപ്പിച്ചവരും മരിച്ചവരെ ഉയർപ്പിച്ചവരും ഒക്കെ വന്ന് നിൽക്കുകയാണ്. പിശാചിനെ ബഹിഷ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമല്ല. ഇന്നിപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു ഇന്നത്തെ ശുശ്രൂഷയ്ക്ക്. ഒരു 5-6 പേരുണ്ടായിരുന്നു പൈശാചിക ബാധയുള്ളത്. പിശാചിനെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ ദിവസം പോയെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നിസ്സാരപ്പെട്ട കാര്യമല്ല. അപ്പോൾ ആ പിശാചിന് വലിയ വമ്പൻ പിശാചുകളെ ഒഴിപ്പിച്ചവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. കർത്താവെ കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, പിശാചുകളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ എന്തെല്ലാം ചെയ്താലും, നമ്മൾ പള്ളി പണിഞ്ഞു കൊടുത്താലും, നോർത്ത് ഇന്ത്യൻ മുഴുവൻ മിഷനിലെ പള്ളികൾ നമ്മളാണ് വെച്ചു കൊടുത്തതെങ്കിലും, നമ്മൾ പാവപ്പെട്ടവർക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും, നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും, നമ്മൾ പള്ളിയിലെ എല്ലാ ആക്ടിവിറ്റീസിനും ഫ്രണ്ടിലുണ്ടെങ്കിലും, നമ്മൾ കരോൾ സർവീസിനെല്ലാം മുടങ്ങാതെ പോകുന്നുണ്ടെങ്കിലും, നമ്മൾ കമ്മിറ്റിയിൽ എല്ലാ കൊല്ലവും ഉണ്ടെങ്കിലും, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിന് പ്രസാദമാവണമെങ്കിൽ വിശുദ്ധി വേണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ ഗൗരവമായി എടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ നാളുകളിൽ നമ്മളെ ഒരു വലിയ ഒരു കൃപയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ആശയം ഇതാണ്, നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനായതുകൊണ്ട് ആ ദൈവം നമ്മളിൽ നിന്ന് പരിശുദ്ധിയാണ് പ്രതീക്ഷിക്കുന്നത്.
അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ കുറെ കൂടെ വിശുദ്ധിയും നന്മയും ദൈവകൃപയുമുള്ള മനുഷ്യരായിട്ട് വളർന്നു വരണം എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം എന്താ അറിയാം, നമ്മൾ മാത്രമുള്ളൊരു കൂട്ടായ്മയല്ലേ. അതുകൊണ്ട് ഞാൻ തുറന്ന ഹൃദയത്തോടെ പറയട്ടെ, ഇന്ന് ലോകസഭയിൽ ദൈവം പ്രതീക്ഷ വച്ചിരിക്കുന്ന ഒരു സഭ മലങ്കര സുറിയാനി സഭയാണ്, കത്തോലിക്ക സഭയാണ്. ദൈവത്തിന് പ്രതീക്ഷയുള്ളൊരു സഭയാണ്. എന്ന് പറഞ്ഞാൽ ഇത് കണ്ടാമിനേറ്റഡ് ആയിട്ടില്ല, മലിനമായിട്ടില്ല. ഇതിനൊരു ആദിമ വിശ്വാസം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇതിന് ആഴമുള്ള ബോധ്യങ്ങൾ, കർത്താവിനോട് സ്നേഹവും ദൈവത്തോടൊരു ദൈവഭയവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതാണ്. ഒരു ഫിയർ ഓഫ് ഗോഡ് ഉണ്ട് നമ്മുടെ ജനത്തിന്, ഒരു ദൈവഭയമുണ്ട്. അതായത് ഒരു നിസ്സാരമായിട്ടൊന്നും ഒരു കാര്യത്തെയും കാണാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഇടയിൽ അധികമില്ല. എല്ലാം വളരെ സീരിയസ് ആയിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും കാണുന്ന ആളുകളാണ്, ദൈവഭയമുള്ളവരാണ്. പിന്നെ മലിനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം ഒരുപാട് പ്രതീക്ഷ നമ്മളിൽ വെക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ സമൂഹങ്ങൾ വളരണം. ആ വളരേണ്ടത് ആത്മീയമായിട്ട് വളരണം. ഞാനൊരു 4-5 കാര്യങ്ങൾ പെട്ടെന്ന് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് ആത്മീയമായിട്ട് വളരുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ചിട്ടയായ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാവണം. അതായത് പ്രാർത്ഥിക്കുന്ന മനുഷ്യര് ആവണം. അതാണ് ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പ്രാർത്ഥിക്കണം, എന്ന് പ്രാർത്ഥനാ മനുഷ്യരാവണം. എന്നോട് ഒരു ചെറുപ്പക്കാരൻ, അവന് ഇപ്പം UK-യിലാണ്, നമ്മുടെ മലങ്കരക്കാരനാണ്. +2 പഠിക്കുന്ന സമയത്ത് ഞാൻ പട്ടത്തെ നമ്മുടെ കബറിൽ നൈറ്റ് വിജിൽ ചെയ്യുമ്പോൾ വെള്ളിയാഴ്ചകളിൽ ഈ നൈറ്റ് വിജിലിന് അവൻ +2കാരൻ, +1 +2 പഠിക്കുന്ന സമയത്ത് അവിടെ വന്നിരിക്കുമായിരുന്നു. എൻ്റെ മുമ്പിൽ വന്ന് ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടി UK-ക്ക് പോകാമെന്ന് പറഞ്ഞു. അവൻ UK-ക്ക് പോയി. UK-ക്ക് പോയിട്ട് അവൻ ഓരോ തവണ അവധിക്ക് വരുമ്പോഴും, ഞാനെന്ന് മാറിവാനസിന്റെ ഹോസ്റ്റലിലാണ്, അവിടെ എന്നെ കാണാൻ വരും. വരുമ്പോഴൊക്കെ ഇവൻ കർത്താവിനെ കുറിച്ച് അവിടെ UK-യിൽ ഞാൻ അവിടെ പോയി, ഞങ്ങൾ ആ മിനിസ്ട്രിക്ക് പോയി, ഇങ്ങനെ ഈശോയെ കുറിച്ചാണ് ഇവൻ ഇങ്ങനെ എപ്പോഴും പറയുന്നത്. പിന്നീട് അവൻ UK-യിലെ പഠനമെല്ലാം കഴിഞ്ഞിട്ട് അവൻ നാട്ടിൽ തിരിച്ചെത്തി. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവൻ കോളേജിൽ വന്നിട്ട് എനിക്കൊരു സമാധാനം തരത്തില്ല. വൈകുന്നേരം എന്നെ വിളിച്ച് എവിടെങ്കിലും കൊണ്ടുപോയിട്ട് സ്ട്രീറ്റ് മിനിസ്ട്രി, അവിടെ കടൽ തീരത്ത്, അവിടെ എല്ലാം ഇങ്ങനെ കൊണ്ടുപോയി, ഇങ്ങനെ അവന് ഭയങ്കര എപ്പോഴും ഈശോയെ ഇങ്ങനെ പറയണം. അപ്പൊ ഞാൻ ഒരിക്കൽ അവനോട് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഒരു വാചകം എന്നെ ആഴത്തിൽ സ്പർശിച്ചു. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛനറിയാലോ, ഞാൻ എൻ്റെ അപ്പൻ്റെ ഏക മകനാണ്. ഞാൻ UK-യിൽ ഹയർ സ്റ്റഡീസ് നടത്തിയ ആളാണ്. എനിക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട് എൻ്റെ വീട്ടിൽ. എൻ്റെ അപ്പന് ഒന്നിലധികം വീടുകളുണ്ട്. എൻ്റെ അപ്പൻ ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ആളാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, എനിക്ക് പക്ഷേ എൻ്റെ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഞാൻ രാത്രിയിൽ എപ്പോഴെങ്കിലും വാഷ്റൂമിൽ പാനോ വല്ലതും എഴുന്നേറ്റ് ഞാൻ വരുമ്പോൾ എൻ്റെ അപ്പൻ്റെ മുറിയിൽ വെളിച്ചം കാണും. ഞാൻ എന്നിട്ട് അപ്പൻ ഉറങ്ങിയില്ലേ എന്ന് വിചാരിച്ച് ചെന്ന് നോക്കുമ്പോൾ മുട്ടിൽ നിന്ന് കൈവിരിച്ച് നിൽക്കുന്ന അപ്പനെ പല രാത്രികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് എനിക്ക് എൻ്റെ ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം. ഞാൻ ഓർക്കുകയാണ്, ഇന്നും അവൻ UK-യിൽ നമുക്കൊരു രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. യുണൈറ്റഡ് കിങ്ഡത്തിലെ ആ പ്രാർത്ഥനയുടെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ചെറുപ്പക്കാരനാണെന്ന്. ഇന്നും അവൻ യേശുവിനോടുള്ള സ്നേഹത്തിൽ ജീവിക്കുന്നു, അവനും അവൻ്റെ ഭാര്യയും. അപ്പോ അവന് എങ്ങനെയാണത് രൂപപ്പെട്ടത്? പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ, കർത്താവിൻ്റെ മുമ്പിൽ സമയം ചെലവഴിക്കുന്ന ഒരു കുടുംബനാഥനെ ഈ കുട്ടി കണ്ടിട്ടുണ്ട്. കുട്ടിയോട് ഇങ്ങനെ മക്കളോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുകയല്ല അയാൾ ചെയ്തത്. അയാൾ പ്രാർത്ഥിക്കുന്നത് മക്കൾ കണ്ടു. പ്രാർത്ഥിക്കുന്ന കുടുംബനാഥന്മാര്, പ്രാർത്ഥിക്കുന്ന മനുഷ്യര് നമ്മുടെ സമൂഹത്തിൽ വളരണം. പ്രാർത്ഥിക്കുന്നവർ, വീടുകളിലൊക്കെ ഇരുന്ന് കർത്താവിന് ഗൗരവമായി എടുക്കുന്നവർ. ഞാൻ അമേരിക്കയിൽ, നമ്മുടെ ന്യൂയോർക്കിൽ, നമ്മുടെ മലങ്കരയിൽ ഒരു മനുഷ്യൻ, ഞാൻ ഇത്തവണ ലോസ് ആഞ്ചലസിൽ പോയപ്പോൾ ഞാൻ തന്നെ, എപ്പോഴും ആരെങ്കിലും ഉണ്ട്, ഇപ്പം ഇത്തവണ തന്നെ പോയതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കാണല്ലോ എന്നൊരു ഫീലിംഗ് വന്നപ്പോൾ ഞാനിങ്ങനെ, നമ്മുടെ ഒരു സുഹൃത്താണ്, നമ്മുടെ ഒരു മലങ്കരക്കാരനാണ്. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടൻ ഫ്രീ ആണെങ്കിൽ ഞാൻ അവിടെ ലോസ് ആഞ്ചലസിൽ വരുന്നുണ്ട്, അങ്ങോട്ട് പോവാം, ഞാൻ തന്നെ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കൂട്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ന്യൂയോർക്കിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് വന്നു. എയർപോർട്ടിൽ നിന്ന് ഈ മനുഷ്യൻ ഇറങ്ങി വരുന്ന കാഴ്ച ഞാൻ കണ്ടു. എങ്ങനെയാണെന്നറിയാം? നിങ്ങൾ തന്നെ നോക്കിയോ, വലിയ POC ബൈബിള്. ഇതിപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. മറ്റേത് വലിയ കട്ടിയുള്ള നമ്മുടെ POC മലയാളം ബൈബിള് ഇങ്ങനെ കൈ പിടിച്ചിട്ട് കയ്യിലൊരു ഹാൻഡ് ബാഗും ഒക്കെ ആയിട്ടും ലഗേജും ഒക്കെ ആയിട്ട് ഈ മനുഷ്യൻ ഇറങ്ങി വരിക. കേരളം വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കാശ് പുള്ളിയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
അത്രയും പൈസയുള്ള ആളാണ്. പക്ഷേ അത് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. ഈ മനുഷ്യൻ ഈ പുസ്തകം പിടിച്ചോണ്ടായി വരുന്നത്. എന്നിട്ട് എനിക്ക് ജെല്ലാഗ് കാരണം ഞാൻ രാത്രിയിൽ ഉറങ്ങിയില്ല. കാരണം നമ്മൾ സമയവ്യത്യാസം കൊണ്ട്. അപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ഒരു അടുക്കളയിൽ പോയി ഒരു കട്ടൻ കാപ്പി കുടിക്കാമെന്ന് ഓർത്ത്, ഞാനും ഈ ചേട്ടനും മാത്രമേ ഉള്ളൂ ഒരു വീട്ടിൽ. ഒരു കട്ടൻ കാപ്പി കുടിക്കാമെന്ന് ഓർത്ത് ഞാൻ അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ അതിനടുത്തൊരു സോഫയിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ഡയറിയും ബൈബിളും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ചേട്ടാ ഉറങ്ങിയില്ലെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ രാത്രിയിൽ കുറച്ച് ബൈബിൾ വായിച്ച് തീർത്തിട്ടേ ഉറങ്ങത്തുള്ളൂ. അത് ഇപ്പൊ യാത്രയായിരുന്നുകൊണ്ട് എനിക്കത് പറ്റിയില്ല ഇന്നലെ ഒന്നും, അതുകൊണ്ട് അത് തീർത്തിട്ട് ഇനി കിടക്കുന്നുള്ളെന്ന് പറഞ്ഞിട്ട് എനിക്ക് സന്തോഷം തോന്നി. മലങ്കരക്കാരൻ, ദിസ് ഈസ് അവർ കൾച്ചർ. പ്രാർത്ഥിക്കുന്ന മനുഷ്യർ, ഇഷ്ടംപോലെ കാശുണ്ട് പുള്ളിക്കും പുള്ളിയുടെ ഭാര്യയ്ക്കും, രണ്ടുപേർക്കും ഇഷ്ടം പോലെ പൈസ ഉണ്ട്. പക്ഷെ അവരുടെ ആശ്രയം വെച്ചിരിക്കുന്നത് പണത്തിലല്ല, കർത്താവിലാണ്, കർത്താവിൻ്റെ വചനത്തിലാണ്. ഞാനീ പറഞ്ഞ നമ്മുടെ ഈ മലങ്കരക്കാരൻ ചേട്ടൻ അമേരിക്കയിൽ ഏത് സ്ഥലത്ത് ഞാൻ ധ്യാനം നടത്തിയാലും അവിടെ പുള്ളി കേരളത്തിൽ നിന്ന് കപ്പൽ മാർഗം ബൈബിൾ, ആയിരക്കണക്കിന് ബൈബിള് അവിടെ ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് ഞാൻ ധ്യാനിപ്പിക്കുന്ന സ്ഥലത്ത് വിതരണം ചെയ്യും. ഈ മനുഷ്യൻ മലങ്കരക്കാരൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന, കർത്താവിന് വില കൊടുക്കുന്ന മനുഷ്യർ, ഇതാണ് ഒരു പ്രധാനപ്പെട്ട നമുക്ക് പ്രാർത്ഥനാ ജീവിതം. രണ്ടാമത്തേത് ഞാൻ അതിനോട് ചേർത്ത് പറഞ്ഞായിരുന്നു, ദൈവവചനത്തോടുള്ള ബന്ധം. വചനം അറിയാത്തതാണ് നമ്മുടെ സമൂഹങ്ങളുടെ ഒരു പരാധീനത. ദൈവവചനത്തെക്കുറിച്ച് ധാരണയില്ല. വചനം അറിഞ്ഞു കഴിഞ്ഞാൽ വചനത്തുനിന്ന് മിഷണറിമാരുണ്ടാവും, സമർപ്പണമുള്ളവരുണ്ടാവും, കൂടുതൽ വില കൊടുക്കാനുള്ള മനുഷ്യരുണ്ടാവും. വചനത്തിൽ ആഴപ്പെടുമ്പോഴുണ്ടാവുന്നത്. ഇപ്പൊ ഇവിടെ ഈ കഴിഞ്ഞ മാസം 2-3 മലങ്കര പിള്ളേർ യൂത്ത് വന്നിട്ട് ഒരാഴ്ച ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ നോർത്ത് ഈസ്റ്റിലേക്കും നോർത്ത് ഇന്ത്യയിലേക്കും മിഷൻ വർക്കിന് പോയി. നമ്മുടെ യൂത്താണ്. ഞാൻ ആ പിള്ളേരിൽ കണ്ടത്, അവർക്ക് മിഷണറി ആവാൻ, അവർക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നൊരാഗ്രഹം വന്നത് ദൈവവചനം അറിയാവുന്നതുകൊണ്ടാണ്. ഇത് വചനം അറിയാവുന്ന പിള്ളേരാണ്. കർത്താവിൻ്റെ വചനം അവർക്ക് അവരുടെ ഉള്ളിലുണ്ട്. നമ്മുടെ തീരെ ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളെ, നമുക്ക് അപ്പസ്തോലിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഉണ്ട്. അതിനകത്ത് ഏറ്റവും കുറവുള്ളത് മലങ്കരക്കാരാണ്. ബാക്കി മലങ്കരക്കാർക്ക് അത് അറിയുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതായത് എനിക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തായിട്ട് 10,000-കണക്കിന് കുട്ടികൾ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് അപ്പസ്തോലിക് സ്കൂളിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ബൈബിള് പഠിപ്പിക്കുന്നതാണ്, കുട്ടികളെ ബൈബിള് പഠിപ്പിക്കുന്ന ശുശ്രൂഷയാണത്. എല്ലാ വർഷവും. ഈ വർഷത്തെ ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞു. ഇനി അടുത്ത വീണ്ടും മാർച്ചിൽ, അടുത്ത പെന്തക്കോസ്ത കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്, അടുത്ത വർഷത്തെ ക്ലാസ് തുടങ്ങും. അപ്പോൾ കുട്ടികൾ, യൂത്ത്, മുതിർന്നവർ വചനം പഠിക്കണം. ചെറിയ 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 ഗ്രൂപ്പുകൾ, ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം. ബൈബിള് പഠിക്കണം. ഇടവയിൽ വചനം പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. വചന പഠനത്തിന് സൗകര്യം ഉണ്ടാക്കണം. നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ കണ്ടന്റുകളുണ്ട് നമുക്ക് പഠിക്കാൻ, അത് ചെയ്യണം. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ താല്പര്യത്തോടെ നമ്മൾ നമ്മുടെ ഹൃദയം വെച്ച് ആഴത്തിൽ വചനം പഠിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കുറച്ചുകൂടി ആത്മീയതയുള്ള മനുഷ്യരായിട്ട് മാറും. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം, വചനത്തോടുള്ള ബന്ധം. മൂന്നാമത്തേതാണ് വിശുദ്ധ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂദാശകൾ. അത് കുമ്പസാരം, വിശുദ്ധ കുർബാന, അതുപോലെ കുടുംബ പ്രാർത്ഥന. ഈ 3 കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ വളരെ അപായ സൂചനയായിട്ട് കാണണം. ഞായറാഴ്ച വിശുദ്ധ ബലിയെ സംബന്ധിക്കുന്നത്, അതുപോലെ തന്നെ ക്രമമായിട്ട് കുമ്പസാരിക്കുന്നത്, അതുപോലെ തന്നെ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കുടുംബത്തിൽ, ഇപ്പോൾ നിങ്ങളുടെ ഈ നമ്മുടെ പ്രവാസികളുടെ കോണ്ടെക്സ്റ്റിൽ ഇത് ചിലപ്പോൾ പല ഷിഫ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നവരും ഒക്കെ നമുക്ക് കുടുംബ പ്രാർത്ഥന പലപ്പോഴും മുടങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ അതിനെ വലിയൊരു അപായ സൂചനയായിട്ട് കാണണം. അപ്പം ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കൂടുതൽ വിലയുള്ളൊരു ജീവിതം കൊടുക്കുന്നതിന് നമ്മളെ ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ യുദ്ധകാലം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളെ ഞാൻ ഒരു സെമിനാരിയിൽ 2-3 ദിവസം ഒരു ധ്യാനത്തിന് പോയപ്പോൾ താമസിച്ചിരുന്നു. അപ്പോൾ അന്നേരം അവിടെ ഉള്ള അവിടുത്തെ സുപ്പീരിയർ അച്ഛൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു.
അച്ഛൻ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ബി ജെനുവിൻ ടു ദ ബേസിക്സ്. അതാണ് എനിക്ക് സമാപനമായിട്ട് പറയാനുള്ളത്. ബി ജെനുവിൻ ടു ദ ബേസിക്സ്. ഫണ്ടമെന്റൽസിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യരുത്. ബി ജെനുവിൻ ടു ദ ബേസിക്സ്. അടിസ്ഥാന കാര്യങ്ങളിൽ ഒട്ടും മായം കലർത്തരുത്. കുടുംബ പ്രാർത്ഥന, വചന വായന, വചനധ്യാനം, പേഴ്സണൽ പ്രയർ, ഇതൊക്കെ ബേസിക്സ് ആണ്. ഈ ബേസിക്സിനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷം. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ച പോലെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതിയിടാം. അത് കർത്താവിൻ്റെ ഹൃദയമാണ്. അതിൽ എഴുതിയിടുന്നത് മുഴുവൻ ദൈവഹൃദയത്തിലേക്ക് ഇന്ന് നമ്മളിപ്പോൾ ഒരുമിച്ചൊരു കർത്താവിനോടൊരു കൂട്ടായ്മയിൽ നമ്മൾ ഇന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഈ ചാറ്റ് ബോക്സിൽ എഴുതിയിടുന്നത് മുഴുവൻ ഈശോയുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് നമ്മൾ പേപ്പറിനകത്ത് എഴുതി സാധാരണ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന പോലെ തന്നെ ഈക്വലി അത് വാലിഡാണ്. അതുകൊണ്ട് അത് നമുക്ക് ജീസസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞ യൂത്തിന് വേണ്ടി ഒരു ഓൺലൈൻ ശുശ്രൂഷയുണ്ട് ഞായറാഴ്ചകളിൽ ഇന്ത്യൻ ടൈം രാത്രി 9 മണിക്ക്. അപ്പോൾ അതിൽ ചെറുപ്പക്കാരിങ്ങനെ ചാറ്റ് ബോക്സിൽ അവരുടെ നിയോഗം എഴുതിയിടും. അടുത്ത ആഴ്ച വന്നിട്ട് അവർ സാക്ഷ്യം പറയും, കഴിഞ്ഞ ആഴ്ച എഴുതിയിട്ടത് നടന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒത്തിരി ഒരുപാട് ടെസ്റ്റിമണികൾ വരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചാറ്റ് ബോക്സിൽ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിനകത്തോട്ട് എഴുതിയിടുക. നമ്മൾ അതെല്ലാം കർത്താവിൻ്റെ മുമ്പിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒത്തിരി ഒരു സന്തോഷമുണ്ട്. ഞാനും നല്ല തിരക്കിലായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ ശുശ്രൂഷ വൈകുന്നേരം 4 മണിയായി എല്ലാം കഴിഞ്ഞപ്പോൾ രാവിലെ തുടങ്ങിയത്. അപ്പോൾ ഞാനും ഭയങ്കര കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയിരുന്നു. എന്നാലും ഒരു ഊർജം പരിശുദ്ധാത്മാവ് തന്നത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ഒരുമിച്ച് വരുന്നു എന്ന് കാണുമ്പോഴുള്ള ഒരു സന്തോഷം. ആ സന്തോഷത്തിലാണ് ഞാൻ പിതാവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തത്. ഒത്തിരി സന്തോഷം. പലരെയും കൂടുതൽ പേരെയും വ്യക്തിപരമായി പരിചയമില്ലാത്തവരാണ് എങ്കിലും നമുക്ക് ഒരു ആത്മീയ കൂട്ടായ്മയിൽ ഈ ദിവസം 2 ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, വചനം കേൾക്കാനൊക്കെ കഴിഞ്ഞതിൽ കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ മോനിയച്ചനും ഞാനും ഞങ്ങൾ ബന്ധുക്കളാണ്. ഫോൺ വിളിയൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു സ്നേഹം പണ്ടുകാലം മുതലേ ഉള്ളത് ഇപ്പോഴും അതുപോലെ തന്നെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ദൈവം സഹായിക്കുന്നു. അച്ഛൻ്റെ ഒത്തിരി ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ഒരു സ്നേഹവും കരുതലും ഒക്കെ പല സന്ദർഭങ്ങളിലും നേരിട്ടും പ്രത്യക്ഷമായും പരോക്ഷമായൊക്കെ അനുഭവിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുള്ളതൊക്കെ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. പിതാവ് സാധിക്കുമെങ്കിൽ കയറാമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് എന്തോ ഒരു അത്യാവശ്യം വന്നു എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ കയറാൻ സാധ്യതയില്ല ഇന്ന്. ഏതായാലും ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് നന്ദി പറയുന്നു. എന്നിട്ട് നമ്മുടെ ഞാൻ ജോണച്ചന് കൈമാറുന്നു. അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ സമാപനത്തിൽ പ്രാർത്ഥിച്ച് നമുക്ക് അച്ഛൻ്റെ ആശീർവാദത്തോടു കൂടി ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം നല്ല രീതിയിൽ കൃപയിൽ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷം. അച്ഛൻ്റെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തോളുക. നന്ദി പറയേണ്ടത് നമ്മളുടെ പ്രിയപ്പെട്ട ബിരൻ ഫിലിപ്പാണ്. ബിരൻ ഫിലിപ്പ് നമ്മുടെ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളുടെയും സ്മാർട്ട് എന്ന ഗ്രൂപ്പുണ്ട്, അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ബിരന്റെ മൈക്കൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഏറെ സന്തോഷമായിരിക്കും. ബിരൻ ഫിലിപ്പ് കൈ നോക്കിക്ക്. ബിരൻ ഓക്കെ ഓക്കെ അൺമ്യൂട്ട് ചെയ്തു. യെസ്. ദൈവ തിരുനാമത്തിലെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട ദാനിയേൽ പോണത്തിലച്ച, സഭയുടെ GCC കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട വന്ധ്യ ജോൺ തുണ്ടിയത്ത് അച്ഛ, GCC രാജ്യങ്ങളിലെ പ്രിയപ്പെട്ട വൈദികരെ, GCCയിലെ സ്മാർട്ട് കമ്മിറ്റി അംഗങ്ങളെ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ഈ ദിവസത്തെ ഈ വൈകുന്നേരം ലോകത്തിൻ്റെ പല ഭാഗത്തായിരുന്നെങ്കിലും പ്രാർത്ഥനാപരമായ ഒരു കൂടിവരവ് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷവും ബലവും കരുത്തും പ്രത്യാശയും നൽകുന്നതാണ്. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യങ്ങളിൽ വലിയ നോമ്പിലെ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയോട് ഒരുങ്ങി പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ഈ ആത്മീയ നിറവ് അനുഭവം പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൂടിവരവിന് ഏറ്റവും പ്രധാനമായിട്ട് നന്ദി അർപ്പിക്കുന്നത്
അത്യഭിമന്യ ബാവ തിരുമേനിയോടാണ്. പിതാവിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹവും കരുതലും സാമീപ്യവും വാത്സല്യവും വേണ്ടുവോളം അനുഭവിക്കുന്ന ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ മാസത്തിലായി ഞങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ പിതാവിൻ്റെ ആശ്വാസവും സ്വാതന്ത്ര്യമായ സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇവിടുത്തെ സാഹചര്യങ്ങളെപ്പറ്റി നിരന്തരം അന്വേഷിക്കുകയും ഈ 2 ദിവസത്തെ ധ്യാനം നമ്മുടെ ഗൾഫിലെ സമൂഹത്തിന് വേണ്ടി, അതും സഭയുടെ അഭിമാനവും ഏറ്റവും ആദരണീയനുമായ ബഹുമാനപ്പെട്ട ദാനിയേൽ കോന്നത്തിൽ അച്ഛനെ കൊണ്ട് തന്നെ ഏർപ്പാട് ക്രമീകരിച്ചു തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. പിതാവിൻ്റെ ഇന്നലത്തെ ആമുഖ പ്രസംഗം നമ്മളെല്ലാം ശ്രദ്ധിച്ചിരുന്നു. നിലവിലെ സാഹചര്യങ്ങളുടെ ആശങ്കകളുടെ പിതാവിൻ്റെ ആ സന്ദേശം നമുക്ക് വലിയ ആശ്വാസം നൽകി. പിതാവിനോടുള്ള ഞങ്ങളുടെ നന്ദി വാക്കുകൾക്ക് അതീതമാണ്. ഗൾഫ് മേഖലയിലെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കോർഡിനേറ്റർ തുല്യതച്ഛൻ്റെയും വൈദിക ശ്രേഷ്ഠരുടെയും സമൂഹാംഗങ്ങളുടെയും ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാമത്തിൽ ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും കൂടെ അത്യഭിമന്യ ബാവ തിരുമേനിക്ക് വിനീതമായ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഗൾഫിലെ സമൂഹങ്ങളെ സംബന്ധിച്ച് ഈ 2 ദിവസങ്ങളിലെ ഈ വചനസന്ധ്യ അല്ലെങ്കിൽ ഈ വൈകുന്നേരങ്ങൾ സമാനതകളില്ലാത്ത ദൈവകൃപയുടെയും അനുഗ്രഹത്തിൻ്റെതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഭാഗ്യപ്പെട്ട ഒരു സമൂഹമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാര്യം, ലോകമെമ്പാടും സുവിശേഷ വേലയുടെ വലിയ ഉത്തരവാദിത്തങ്ങളുടെയും തിരക്കുകളുടെയും മധ്യേ ഏറ്റവും ആദരണീയനായ ദാനിയേലച്ഛന് നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കുകയും നിലവിലെ സാഹചര്യങ്ങളെയും വിലനോമ്പിനെയും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആശ്വാസപ്രദമായ വചന ശുശ്രൂഷയും നടത്തി നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനും നമുക്കുള്ള നന്ദിയും ഏറ്റവും സ്നേഹത്തോടെ ഈ സമയത്ത് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകൾ ഏറെ അനുഗ്രഹമായി തീരുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവരെ എന്നും ഉണ്ടായിരിക്കാം. ഈ ധ്യാനം, ഇതിൻ്റെ സ്യൂം ആരംഭത്തിലുള്ള ആരാധന ഗാന ശുശ്രൂഷ എല്ലാം ഔദാര്യപൂർവ്വം നമുക്ക് ക്രമീകരിച്ചത് പ്രിയപ്പെട്ട അച്ഛൻ ഡയറക്ടറായ മൗണ്ട് കാർമൽ റിട്രീറ്റ് സെൻ്ററാണ്. ഈ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ആദർശ അച്ഛനോടും മറ്റു പ്രിയപ്പെട്ടവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജോൺ തുണ്ടിത്തച്ഛൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ 2ാമത്തെ വർഷമാണ് ഗൾഫ് തലത്തിലെ ഈ ധ്യാനം ക്രമീകരിച്ചത്. നമ്മുടെ രാജ്യങ്ങളിലെ ശുശ്രൂഷകൾക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അച്ഛന് നിലവിലെ സ്ഥിതിവിശേഷങ്ങളെ പറ്റിയൊക്കെ പലപ്പോഴും കൺസേൺഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗൾഫിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സന്ദേശങ്ങളിലൂടെ, അന്വേഷണങ്ങളിലൂടെ സമൂഹങ്ങൾക്ക് വലിയ ആശ്വാസവും ബലവും നൽകി വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രത്യേകമായ ശുശ്രൂഷ ഏറ്റവും ഞങ്ങൾക്ക് ബലപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രത്യേകമായ താല്പര്യം മൂലമാണ് ഈ ശുശ്രൂഷ നമുക്ക് ഇന്ന് ലഭിച്ചത്. എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ ഈ സമയത്ത് അറിയിക്കുന്നു. ഗൾഫ് മേഖലയിലെ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികരുണ്ട്. ഒരു കുടക്കീഴിൽ നമ്മുടെ സംഭവങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന അവരുടെ നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ ശുശ്രൂഷകൾ നമ്മുടെ ഗൾഫിലെ സംഭവങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. ഈ ധ്യാനത്തിന്റെ ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാവരും താല്പര്യത്തോടുകൂടി അതാത് സംഭവങ്ങൾ അറിയിക്കുകയും വേണ്ട ക്രമീകരണം നടത്തുകയും ചെയ്തു. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വൈദികരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ ഗൾഫ് സമൂഹങ്ങളിൽ നിന്ന് സൂം വഴിയായി, യൂട്യൂബ് വഴിയായും ഈ ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ ദിവസത്തിൽ നമുക്കറിയാം ഏതാണ്ട് 850ഓളം പേര് സൂം വഴിയായും 50ഓളം പേര് യൂട്യൂബ് വഴിയായും പങ്കെടുത്തു. ഇന്നും നമുക്ക് ഏതാണ്ട് 610 പേരോളം നമ്മുടെ ധ്യാനത്തിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. വളരെ ഈ 2 ദിവസവും വലിയ താല്പര്യത്തോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് നമ്മുടെ ഈ സംഭവങ്ങൾ പങ്കെടുത്തത്. അവരോടുള്ള സ്നേഹം, ആദരവ് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. വലിയ നോമ്പിന്റെ ഈ സമാപനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നാം പ്രവേശിക്കുമ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് പരിപൂർണമായ ഒരു വിടുതലിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ നോമ്പ് നമുക്ക് അനന്തരം വലിയ അനുഗ്രഹവും കൃപയും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട തുണ്ടിത്തച്ഛൻ്റെ അനുവാദത്തോടുകൂടി ദാനിയേലച്ഛനോട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. അച്ഛാ, ഈ 2 ദിവസത്തെയും ധ്യാനത്തിന്റെ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പ്രത്യേകിച്ച് ഇന്നത്തെ ധ്യാനത്തിന്റെ വീഡിയോ അല്ലെങ്കിൽ ലിങ്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത് ഒരു പ്രാവശ്യം കേട്ടാൽ മാത്രം പോരാ, വീണ്ടും വീണ്ടും കേൾക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അത് ഞങ്ങൾക്ക് ഒന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാനും സമൂഹങ്ങളിൽ അത് കൊടുക്കുവാനും ഒക്കെ സന്തോഷമായിരുന്നതിനെ. ബഹുമാനപ്പെട്ട അച്ഛൻ അതിനകത്ത് ദയവായിട്ട് ഔദാര്യപൂർവ്വം ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട ബിരൻ ഫിലിപ്പ് എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഇന്നലെയും ഇന്നുമായിട്ട്
അനേക സഹോദരങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടു, ഇങ്ങനെ ഒരു കാര്യം ക്രമീകരിച്ചു തന്നതിന് നന്ദി. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാനല്ല, ബാബാ തിരുമേനിയാണ് ഇത് ക്രമീകരിച്ചു തന്നത്. മാത്രമല്ല, ഞാനത് ചോദിക്കുന്ന അവസരത്തിൽ നമ്മുടെ ദാനിയേലച്ചൻ എന്ന് ഓസ്ട്രേലിയയിലാണ്. ബാബാ തിരുമേനി പറഞ്ഞു അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്. പിതാവേ, ഈ ദിവസങ്ങൾ കിട്ടിയാൽ ഉപകാരമായിരുന്നു, എല്ലാവരും ടെൻഷനായിരിക്കുന്നതാണ്. അത് അവർ നിന്നാ ഇപ്പൊ തന്നെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് മറുപടി അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അച്ഛൻ ആകെ 2 വൈകുന്നേരത്ത് മാത്രം ഫ്രീ ഉള്ളതാണ്, ഇന്നലെയും ഇന്നും. ഈ 2 ദിവസം മാത്രമേ രാത്രി ഫ്രീ ഉള്ളൂ. അതുകൊണ്ടാണ് അച്ഛൻ അത് ക്രമീകരിച്ചു തന്നത്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ട ദാനിയേലച്ച, സഹോദര സ്നേഹം, ബഹുമാനപ്പെട്ട അച്ഛൻ ബന്ധുവാണെന്ന് പറഞ്ഞു. ദയവായിട്ട് ഇനി എന്നോട് എൻ്റെ അച്ഛൻ നമ്പർ ഒന്നും ആരും ചോദിച്ചേക്കരുത്. കാരണം ഞാൻ വിളിച്ചാൽ പോലും അച്ഛൻ എടുക്കാറില്ല, അത് പറ്റത്തുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് ഒത്തിരി അഭിമാനവും സന്തോഷമുണ്ട്. എൻ്റെ ഒരു സഹോദരൻ പ്രിയപ്പെട്ട ദാനിയേലച്ചന്റെ വചനം 2 ദിവസം ഇനി കിട്ടിയതിനകത്ത് ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ആശീർവാദത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും നാം എല്ലാവരും, പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് വചനം പറഞ്ഞതായ ദാനിയേലച്ചന്റെ പേരും നമ്മുടെ സഭയുടെ തലവനായ ബാബാ തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഗൾഫ് രാജ്യങ്ങളുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും കുടുംബങ്ങളുടെ മേലും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ആമേൻ. താങ്ക് യു.